Hi everyone, Assalamu alaikum. Welcome to Fathima's Kitchen. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കേക്ക് റെസിപ്പി ആയിട്ടാണ്. റോസ് മിൽക്ക് കേക്ക്. വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഇതിനു വേണ്ടി 1/2 ഗ്ലാസ് പാലെടുത്തിട്ട് ഇതിലേക്ക് റോസ് സിറപ്പ് ഒരു 2 ടീസ്പൂൺ ആഡ് ചെയ്തുകൊണ്ട് ഒന്ന് മിക്സ് ആക്കി മാറ്റി വയ്ക്കാം. 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ആവശ്യമായ 3 എഗ്ഗ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്യാം. സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഗ് യോക്കിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് മാറ്റി വയ്ക്കാം. എഗ് വെയിറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിക്കാത്തത് തന്നെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറേശ്ശായിട്ട് സ്പീഡ് കൂട്ടി നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ് നല്ലതുപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറേശ്ശെ എഗ് യോക്ക് ചേർത്ത് കൊടുത്ത് മെല്ലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ബീറ്റാക്കി എടുക്കാം. ബീറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2-3 ഡ്രോപ്സ് റോസ് മിൽക്ക് എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആഡ് ചെയ്തൊന്ന് മെല്ലെ ഫോൾഡ് ചെയ്തെടുക്കാം. മിൽക്കും റോസ് സിറപ്പും ആഡ് ചെയ്ത് വെച്ചിരുന്നത് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. റെഡിയാക്കി വെച്ചിരുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്കൊന്ന് ബാറ്ററൊന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഒരു 160 ഡിഗ്രി ഹീറ്റിൽ ഒരു 25-30 മിനിറ്റോളം നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഒന്ന് ടാപ്പ് ചെയ്ത് ബബിൾസ് എല്ലാം കളയാം. ഇനി നമുക്ക് ഐസിങ്ങിനുള്ള ഒരു വിപ്പിംഗ് ക്രീം 1/2 കപ്പ് എടുത്തുകൊണ്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. സ്ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് സ്പീഡിൽ ഫ്ലഫി ആവുന്നവരെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സ്പഞ്ച് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ലെയേഴ്സ് ആക്കി എടുക്കാം. 3 ലെയറാക്കി ഞാനത് കട്ട് ചെയ്തൊന്ന് എടുക്കുന്നുണ്ട്. കട്ട് ചെയ്തെടുത്ത സ്പഞ്ച് ഒന്ന് നമുക്ക് ഐസിങ് ചെയ്യാം. അതിലേക്ക് മിൽക്കും റോസ് സിറപ്പും കൂടെ ഉള്ള മിക്സാണ് നമ്മളൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഷുഗർ കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ക്രീം ഒന്ന് കുറേശ്ശെ വെച്ച് കൊടുത്ത് അതും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇതേപോലെ ഒന്ന് ചീകി ഇട്ട് കൊടുക്കാം. കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഒന്ന് ചീകി ഇട്ട് കൊടുത്തുകൊണ്ട് ഇതിലേക്ക് കുറച്ച് റോസ് സിറപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ നമുക്ക് എല്ലാ സ്പഞ്ചും ഒന്ന് റെഡിയാക്കി എടുക്കാം.
നമുക്കൊന്ന് ഐസിങ് എല്ലാം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് ചെറിയൊരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഇതേപോലെ ഒന്ന് ചീകിയിട്ട് കൊടുത്തുകൊണ്ട് നല്ലതുപോലെ നിറയെ ഒന്ന് ചീകിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ ചെറിയ പീസാക്കി വെച്ചിരുന്ന ചെറിയും കൂടെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ ഒന്ന് റോസ് സിറപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോസ് മിൽക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.